ഞാൻ നിങ്ങളെക്കുറിച്ച് അല്ലെ നിങ്ങളിൽ ഒരാളെ കുറിച്ച് ഒരു സിനിമ നിർമ്മിച്ചു, സംവിധാനം ചെയ്തു, എഴുതി. അത് ഈ വരുന്ന 13-ാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ്. ആ സിനിമയുടെ പേരെന്താ? ശ്വാസം. ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവനാണ് ശ്വാസം. അപ്പൊ നിങ്ങളെല്ലാവരും എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ജീവനാണ് എന്നാണ് ഞാൻ അതിലൂടെ പറയുന്നത്. നിങ്ങളെല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമാണോ? അപ്പോ എന്റെ കൂടെ വന്നിരിക്കുന്നത്, എന്റെ കൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള കുറെ ആളുകളാണ്. അവരെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ച ആളാണ് ടോം മാർട്ടൈൻ. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സിനിമയിലൂടെ സിനിമയിൽ ബാലതാരമായി വന്നിട്ടുള്ള ഒളിമ്പ്യൻ അന്തോണി യാദവ് സിനിമ കണ്ടിട്ടുള്ളവരുണ്ടോ? മോഹൻലാലിന്റെ അതിനകത്ത് ബാലതാരമായിട്ട് അഭിനയിച്ച ആളാണിത്. തുടർന്ന് കുറെ സിനിമകളിൽ ബാലതാരമായിട്ട് അദ്ദേഹം അഭിനയിച്ചു. പിന്നെ സീരിയലിൽ വന്നു. ഇപ്പോ ആദ്യമായി എന്റെ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ്. അജയൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ക്രിസ്റ്റീന. ഇതിനകത്തൊരു ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കുടമാളൂർ സ്വദേശിയാണ് ക്രിസ്റ്റീന. പഠിത്തമൊക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ക്രിസ്റ്റീന ഈ സിനിമയിലേക്ക് വരുന്നത്. ക്രിസ്റ്റീനയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. അതുപോലെ തന്നെ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് നമ്മുടെ വിജയ് മാലി എന്ന് പറയുന്ന സുഹൃത്ത്. അദ്ദേഹമാണ് സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഷെബു. പിന്നെ ഈ സിനിമയുടെ സൗണ്ട് എഫക്റ്റ്, നമ്മൾ നടക്കുന്ന ശബ്ദം, നമ്മളൊരു പാത്രം എടുക്കുമ്പോൾ അതിന്റെ ശബ്ദം, അങ്ങനെ ഓരോ ശബ്ദങ്ങളും കേൾപ്പിക്കുന്ന ആണ്. അതാണ് അതുലിക്ക് വന്നേ. സൗണ്ട് എഫക്റ്റ്, അതേപോലെ സൗണ്ട് എഞ്ചിനീയറും ഗായകനും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ സിനിമയുടെ സബ് ടൈറ്റിൽ, നമ്മൾ സിനിമ കാണുമ്പോൾ അതിന് താഴെ ഇംഗ്ലീഷിൽ എഴുതി വരും. ആ സബ് ടൈറ്റിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ആളാണ് ലാലി രാജൻ. അദ്ദേഹം ഒരു പാട്ടുകാരിയും കൂടിയാണ്. പിന്നെ ഇത് കൂടാതെ കൊണ്ട് എന്റെ കൂടെ 3 പേരോട് വന്നിട്ടുണ്ട്. അവര് പുറകിലിരിപ്പുണ്ട്. അപ്പോ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണുന്നതിനും ഈ സിനിമയെ കുറിച്ച് പറയുന്നതിനും വേണ്ടിയിട്ടാണ് വന്നത്. ഇത് നിങ്ങൾക്ക് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ സബാൻ എന്ന് പറയുന്നൊരു കുട്ടി ഇവിടെ പഠിച്ചിരുന്നു. സബാൻ എന്റെ അടുത്ത ബന്ധുവും ശ്രീകൃതിന്റെ മോനുമാണ്. വളരെ ചെറുപ്പം മുതലേ ഞാൻ സബാനെ കണ്ട് സബാന്റെ രീതികളെല്ലാം മനസ്സിലാക്കിയാണ് ഞാൻ പോന്നിരുന്നത്. അങ്ങനെ നിങ്ങളിൽ പലരെയും ഞാൻ പലപ്പോഴായിട്ട് കാണാനിടയുണ്ടായി. എന്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയിട്ടുള്ള പല പല കാര്യങ്ങൾ ഞാൻ ഓർത്തു വെച്ചു. അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒരു സിനിമ ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം, എൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ദൈവം തോന്നിപ്പിച്ചു. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അതിനുവേണ്ടി പണം മുടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമ സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ എഴുതിയ സമയത്ത് ഞാൻ ഒരുപാട് അന്വേഷണങ്ങൾ ആ സമയത്ത് നടത്തി. നിങ്ങളുടെ പലരുടെയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി, നേരിട്ട് കണ്ട് മനസ്സിലാക്കി. വളരെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും അതുപോലെ നിങ്ങളുടെ പല പല അവസ്ഥകളും എല്ലാം എനിക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്, അതായത് ഇതാണ് ആദർശ് സാബു എന്ന് പറയുന്ന കുട്ടി. ആദർശ് സാബു ആണ് ഇതിനകത്ത് നിങ്ങളെ പോലെയുള്ള ഒരാളായിട്ട് അഭിനയിക്കുന്നത്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് നീനാക്കുറുപ്പ്. നീനാക്കുറുപ്പിനെ കണ്ടിട്ടുണ്ടോ? നീനാക്കുറുപ്പാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്.
അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഇദ്ദേഹം സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമ കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ. പുലിമുരുകനകത്ത് മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന, ആദ്യം പുലി പിടിക്കത്തില്ലേ, ആ നടനാണ് സന്തോഷ് കീഴാറ്റൂര്. അദ്ദേഹം അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യ എന്ന് പറയുന്ന നടിയുണ്ട്. ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്ന ആളുണ്ട്. നാടകത്തിനൊക്കെ രംഗപടം ഒരുക്കുന്ന ആളാണ്. 17ഓളം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹം. പിന്നെ അൻസിൽ റഹ്മാൻ എന്ന് പറയുന്ന സീരിയലിലൊക്കെ കണ്ടിട്ടുള്ള നടനാണ്. സിനിമയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ് അൻസിൽ റഹ്മാൻ. അദ്ദേഹമുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് പണം മുടക്കിയ ആളാണ് ഏറ്റവും അവസാനമുള്ള സുനിൽ. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. ഇന്നലെ ഈ സിനിമയുടെ ഗാനങ്ങൾ 2 ഗാനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് KS ചിത്ര, എല്ലാവർക്കും അറിയാവോ? ചിത്രചേച്ചിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ചിത്രചേച്ചി പാടിയ ഒരു മനോഹരമായ താരാട്ട് പാട്ടുണ്ട്. ആ താരാട്ട് പാട്ട് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മനോരമ മ്യൂസിക്കാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ള ഫോണിൽ ആ പാട്ട് കേൾക്കണം. ശ്വാസം രാരീരം രാരോ എന്നാണ് അത് അടിച്ചു കഴിയുമ്പോൾ അത് കേൾക്കാൻ പറ്റും. മനോഹരമായ ഒരു താരാട്ട് പാട്ടാണ്. ചിത്രചേച്ചിക്കും നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി ഈ പാട്ട് പാടിക്കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ചിത്രചേച്ചിയുടെ മനോഹരമായ ഈ പാട്ട് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ലാലി രാജൻ ആലപിക്കും. പാട്ട് ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഇവിടെ പാട്ട് പാടുന്നവരില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കണം, നിങ്ങളുടെ പാട്ട് കേൾക്കണം. അപ്പോ ഈ സിനിമയിലെ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ നമ്മളുടെ ഈ സിനിമയിലെ നടനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അദ്ദേഹം കൂടി 2 വാക്ക് സംസാരിക്കും. സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത്. പിന്നെ അതിലുപരി നിങ്ങളെല്ലാം എന്നെ തിരിച്ചറിഞ്ഞു, അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഉന്നയിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പം നമ്മളൊരാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറയുന്ന വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് ഭയങ്കര സന്തോഷം. പിന്നെ ഇതില് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ചേ ഉള്ളെങ്കിലും ഭയങ്കര എന്താ പറയാ, നമുക്ക് ഞാൻ തന്നെ അതിന്റെ പാട്ട് ഇന്നലെ കണ്ടപ്പം എനിക്ക് എന്നോട് ദേഷ്യം തോന്നി. കാരണം നിങ്ങളെപ്പോലെ ഒരു കൊച്ചിനെ ഇതിനകത്ത് ഉപദ്രവിക്കുന്ന ഒരു ഇതുണ്ട്. അത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമുക്ക് ഒരു അഭിനയ സാധ്യതയുള്ള ഒരു ഇതാണ് ഇതിനകത്ത് കിട്ടിയത്. അപ്പം പിന്നെ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനോട് പ്രത്യേകം നന്ദി പറയും. താങ്ക് യു. നമുക്കപ്പോ പാട്ട് കേൾക്കാം. അപ്പൊ പാട്ട് പാടുന്നതിനായിട്ട് ലാലി രാജനെ ക്ഷണിച്ചുകൊള്ളു. പട്ടാമ്പരം ചാത്തി ഗുരുവായൂരമ്പലം ഗോകുലമാകുന്ന ഗോപകുമാരനെ കണി കാണണം. ിലോരോ ജനക്കുറി കണി കാണണം. മൗളിൽ മൈപ്പിരി ചാത്തി മഞ്ഞപ്പട്ടാമ്പരം ചാത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിലോരോ ജനക്കുറി കണി കാണണം. നന്ദനന്ദനം പജേ നന്ദനന്ദനം പജേ നന്ദനന്ദനം പജേ നന്ദനന്ദനം. മൗളിൽ മൈപ്പിരി ചാത്തി മഞ്ഞപ്പട്ടാമ്പരം ചാത്തി ഗുരുവായൂരമ്പലം ഗോകുലമാകുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിലോരോ ജനക്കുറി കണി കാണണം. വിരലിൽ പാശം കൊണ്ട് പൂമരവാടി മുടി തളിരണി ശാരദയാമിനി നീയാകുമ്പോ യാമക്കിളിയായി പാടും ഞാൻ. ഋതുവിൻ ഹൃദയം നീയാണെങ്കിൽ പ്രേമസ്പന്ദരമാകും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും.
കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയുന്ന നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം തിരലും കരയാകും. വീട്ടിൽ ചെല്ലുമ്പോ ആരെ കണ്ടെന്ന് പറയും. അവരെല്ലാരും പറഞ്ഞ ആരാ? ഏതാ? ചേച്ചിമാരും ചേട്ടന്മാരും അല്ല. ശ്വാസം സ്ഥിരമായത് കേട്ടോ. ശ്വാസം ശ്വാസം പിന്നെ ഈ ഏഷ്യാനെറ്റ് കാണുമ്പോ ഈ ടോം ചേട്ടനെ കാണിക്കാൻ നിങ്ങൾക്ക് വീട്ടിലെ തീരത്ത് വന്നിട്ടുണ്ടാകും. മതിയോ?
പാത്രം നേരെ നമസ്കാരം. ഞങ്ങൾ ഈ ശ്വാസം സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരുന്നു തിരുമലയിലെ ഒരു സങ്കല്പത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് വളരെ സജീവമായിട്ടുള്ള തീരം ഞാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ തീരത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് തീരം അദ്ദേഹം അച്ഛനായിരിക്കും. ഞാനും അദ്ദേഹം ദിവസം വളരെ അടുപ്പക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്നതിനെ കുറിച്ച്
വെച്ച് എന്നോട് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉൾപ്പെട്ട് നിന്ന് ഞങ്ങളുടെ കൂടെ വേറെ കുറേ ആളുകളെ കൂടെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നതിൽ ചേർത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പകൽ പരിപാലന കേന്ദ്രമെന്നായിരുന്നു മനസ്സിലെ ഉദ്ദേശം. ആ ഉദ്ദേശം ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ഇത് തുടങ്ങുന്ന കാലത്തൊട്ട് ഈ മതചിന്തകൾക്കപ്പുറമായിട്ട് നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് പ്രയോജനപ്പെടണം, അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ബോർഡിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾ. അപ്പം അവരെ കൂടെ ചേർത്ത് ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. ഇത് ആരംഭിക്കാൻ കാരണം സർക്കാർ അംഗീകരിച്ച സ്പെഷ്യൽ സ്കൂളുകളുണ്ടെങ്കിലും 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവർക്ക് സ്കൂളിൽ തുടരാൻ കഴിയും. കാത്തലിക് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥലങ്ങളിൽ 18 വയസ്സിന് മേലുള്ള ആൺകുട്ടികൾക്ക് താമസിപ്പിക്കാനോ അവസരമില്ല. അപ്പം അങ്ങനെ ഒത്തിരി പേര് പുറത്താകും. സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മെയിൻ സ്കൂളിൽ ഇങ്ങനെ ഓട്ടോമോഷൻ അവിടെയും പോയി ഇങ്ങനെ കഴിഞ്ഞ പിള്ളേർ സ്ട്രാൻഡഡാകും. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഇത് ആലോചിച്ചത്. കാരണം അക്കാലത്ത് ഇങ്ങനെ ഒരു ചിന്തയില്ല. ഇത് 2002 ഞങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം അന്ന് അതിൽ ഇപ്പം ചില സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. 2002 ഞങ്ങൾ വളരെ ചുറ്റുപാട് വാഴക്കെടുത്ത് തെങ്ങണാന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് ഒരു 10 പിള്ളേരും 4 ടീച്ചേഴ്സും ഒക്കെ ഒരു സ്ഥാപനമുണ്ട്. അത് പിന്നീട് നമ്മൾ ഒരു വാഹനം നമുക്ക് കുറേ ആളുകളെ കൊടുക്കാനുള്ള സൗകര്യമായി. അങ്ങനെ പോയപ്പോൾ നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഈ സ്ഥലം തന്നു. ഈ കെട്ടിടം പണിയാനുള്ള സൗകര്യം ഉണ്ടായി. അതോടനുബന്ധമായിട്ട് നമ്മുടെ കാസർഗോഡ് പ്രസൽഫാൻ ഏരിയയിലും നമ്മുടെ ആലപ്പാട് കൊല്ലം ജില്ലയിലെ സുനാമി അടിച്ച സ്ഥലത്ത് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് നമ്മളെ ഒരു 10 സെൻറ്ററുകൾ വരെ നമ്മൾ ആരംഭിച്ചു പോകുന്നു. പക്ഷേ കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിയായി. അപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലെ സെൻറ്ററുകൾ നമ്മൾ ഒന്നിലിരുന്ന് ഏൽപ്പിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അത് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകും. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ സർക്കാരിൻ്റെ പല സ്കൂളുകൾ അപ്പോൾ നമ്മുടെ കുട്ടികളെ അങ്ങോട്ടാക്കിയിട്ട് നമ്മൾ അവിടുത്തെ പ്രവർത്തനത്തിന് പിൻവാങ്ങി. അല്ലെങ്കിൽ വേറൊരു ഏജൻസി വന്നാലും നമുക്ക് അവർക്ക് കൊടുത്തത് നമ്മൾക്ക് മാറുന്ന ഒരു രീതിയിലാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും 4 സ്ഥലങ്ങളിലാണ്. ഇവിടെയുണ്ട്, നാലിനാട്ടിലുണ്ട്, കാസർഗോഡുണ്ട്, ആലപ്പാട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു സ്ഥാപനോദ്ദേശം. അത് ദൈവകൃപയായി നടക്കുന്നുണ്ട്. ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ടോ? താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രയാസം താമസിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം അവിടെ താമസിക്കാൻ ഡെഡിക്കേറ്റഡായിട്ട് താമസിക്കാനുള്ള സ്റ്റാഫിനെ കിട്ടാതെ. അപ്പം ഞാനൊരു സംവിധാനം ചെയ്തു. നമ്മുടെ മാതാപിതാക്കളുള്ള ഒരാളാണ് താമസിക്കട്ടെ. അവർക്കും നമ്മളെല്ലാ സൗകര്യങ്ങളും മേളിലെ ഒരു ഫ്ലോറിൽ അങ്ങനെ അതിന് സംവിധാനമുണ്ട്. പക്ഷേ അത് പലർക്കും പ്രയാസമാണ്. കാരണം വേറെ ഇവരെ പോലെ തന്നെ അല്ലാതെ അവരുടെ കുടുംബത്തിൽ മറ്റാളുകളുണ്ട്. അപ്പോൾ അവരെ ഇട്ടേച്ച് പോരാനുള്ള പ്രയാസമുണ്ടായി. അപ്പോൾ ഈ സിംഗിൾ പേരൻസ് മാത്രമാണ് എൻ്റെ ആ ഒരു ഓഫറിൽ വന്നത്. പിന്നെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഈ സർക്കാരിൻ്റെ ഈ വീടുകൾ കൊടുക്കുന്ന സ്കീമും അതെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും പ്രയോറിറ്റി ഒക്കെ വന്നപ്പോഴൊക്കെ 1, 2, 3 സെൻറ്റ് സ്ഥലവും ഈ ലൈഫിലുള്ള വീടുകളും ഒക്കെ ആയിട്ട് പലരും പോകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ പ്രോഗ്രാം നമ്മൾ നടത്തുന്നില്ല. എന്നാലും വാർദ്ധക്യത്തിലായി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഏറ്റവും നമ്മളിവിടെ താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്, പദ്ധതിയുണ്ട്. ഇപ്പോഴും ആരെങ്കിലും വന്നാൽ നമ്മൾ അവർക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പുക കണ്ടെടുപ്പ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ 60ഓളം ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഭക്ഷണം സ്റ്റാഫെല്ലാം അടക്കം ഒരു 10-25 പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ദിവസം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 10 പേര് വരുന്നത് അഡീഷണൽ 10 പേർക്ക് ഫുഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ്? അത് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേക കരുതലുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു 10 പേര് എന്നുള്ള ഏകദേശം ധാരണയിൽ നിങ്ങൾ 10 പേരുടെ ഭക്ഷണം കൂടെ ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ.
ഇതിന്റെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്ന ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് നടന്നു പോകുന്നത് ചോദിച്ചാൽ നമുക്ക് സർക്കാർ സഹായമില്ല, പഞ്ചായത്തിൽ നിന്ന് സഹായമില്ല, പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരൻസിനോട് നമ്മൾ ഫീസ് മേടിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണം, നമ്മുടെ വണ്ടി, സ്റ്റാഫ്, ഇതെല്ലാം കൂടെ വലിയൊരു തുക ചിലവുണ്ട്. ഇത് നമ്മളോട് ഈ സ്കീമിനോട് ചേർന്ന് ആദ്യം മുതൽ തന്നെ പല ആളുകൾ നമ്മൾ സഹകരിച്ച് പോകുന്നു. അതിൽ 50 രൂപ പ്രതിമാസം തരുന്നതുകൊണ്ട് 5000 രൂപ തന്നെയാണ്. ഇവർ ഈ തരുന്ന തുക കൊണ്ട് നമുക്ക് അതാത് മാസത്തെ കാര്യം. എന്നാൽ അടുത്ത മാസം എങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് നടക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ കുറെ ആളുകൾ നമ്മൾ സഹകരിക്കുന്നത്. ഇപ്പം ചില ആളുകൾ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ ഇപ്പം നിങ്ങളുടെ സിനിമ ടെലികാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫിലിം തിയേറ്ററിലൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നി, നിങ്ങളൊരു നേരത്തെ ഭക്ഷണം കൊണ്ടത്. അതെ, അങ്ങനെ നമുക്ക് ഡൊണേഷൻസ് തരുന്ന ആളുകളുടെ സംഭാവനകൾ കൊണ്ട് മാത്രമായിട്ട് സഭകളുടെ പിന്തുണയില്ല. അത് ഞാനത് ചോദിക്കാൻ കാര്യം ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ഇപ്പോ സിറ്റി ലൈഫിലാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി ഡേ കെയറിലാക്കാൻ വേണ്ടി 10-15,000 രൂപ ഒരു മാസം ചെലവഴിച്ച് അതിന് വേണ്ട ഫുഡും വേണ്ട ബാക്കി സ്നഗ്ഗി അടക്കമുള്ള സാധനങ്ങളുമായിട്ട് പോകുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ അങ്ങനെ ആക്കിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ജീവിത സാഹചര്യം പലരും വളരെ ദുരിതങ്ങളായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ ഈ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളോട് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുള്ള BRC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ഇതുപോലെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഫണ്ടുകളൊന്നും തന്നെ സർക്കാർ നമുക്ക് ഒരു പൈസ തരുന്നില്ല. അത് പഞ്ചായത്ത് ലെവലിൽ തന്നെയാണ് അതിനെ കിട്ടുന്നത്. ഇത് ഒരു റെഗുലർ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് വേണ്ടി സർക്കാർ ഒരു വർഷം എത്ര ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ഒരു സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ സാലറി, മറ്റു ടീച്ചേഴ്സിൻ്റെ, അതുപോലെ മെയിൻ്റനൻസ്, എല്ലാം പൈസ. അപ്പോൾ പെർ ഹെഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അൺഎക്കണോമിക് സ്കൂളുകളിലൊക്കെ 4-5 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 90,000, 1 ലക്ഷം വരെ സാലറി കൊടുത്താണ് അധ്യാപകരെ എഴുതിക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഈ തുകയ്ക്ക് നമ്മുടെ ഇന്നത്തെ മക്കളും അർഹരാണ്. പക്ഷെ അവർക്ക് ഇത് കിട്ടുന്നില്ല. സർക്കാർ ആകെ ചെയ്യുന്നത് ഇവർക്ക് 12,000 രൂപയുടെ ഒരു ആണ്ടിൽ ഒരു സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പ് ഇവിടെ മാതാപിതാക്കൾക്ക് നമുക്ക് സ്ഥാപനത്തിനല്ല, മാതാപിതാക്കൾക്ക്. അതുപോലെ അവർക്ക് അതിനോട് ചേർന്ന് ചില ആനുകൂല്യങ്ങളുണ്ട്. ചില മാതാപിതാക്കൾ നമുക്കതിൽ നിന്ന് സർക്കാരിൻ്റെ ഈ തുക കിട്ടുമ്പോൾ ഒരു ചെറിയ ഡൊണേഷൻ നമുക്കതിൽ നിന്ന് തന്നാൽ കിട്ടും. ഇത് മാത്രമേ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നത്. ബാക്കി തുകകൾ മുഴുവൻ സ്വമേധയാ ആളുകൾ തരുന്ന സംഭാവനകൾ മാത്രം. അതുകൊണ്ട് പക്ഷെ നടക്കുന്നുണ്ട്. 22 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഫുള്ളി കോൺഫിഡൻറ്റ് ഇത് നടന്നു പോകും. അതുകൊണ്ട് സാമ്പത്തികത്തെ കുറിച്ച് ഒരുപാട് കഷ്ടപ്പാടിലൂടെ അത് ഒരു പ്രാക്ടിക്കൽ ഇതിലേക്ക് പോകുന്നത്. പിന്നെ ഇത് മാത്രമല്ല, വ്യക്തിബന്ധം തിരുമേനിയും ഞാനും ഉള്ള ഞങ്ങളുടെ കഴിഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സായി. ഞാൻ സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് റിട്ടയർ ചെയ്തു. എനിക്ക് കഴിഞ്ഞ 50 വർഷത്തെ ആളുകളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തിരുമേനിയോടുള്ള എന്നേക്കുള്ളതിന്റെ 10 ഇരട്ടി ബന്ധം തിരുമേനിയായിരുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ കോട്ടയം ഞാൻ അന്വേഷിച്ച് നടന്നല്ല അച്ഛനെ കുറിച്ച് നന്നായിട്ട് അറിയാം. തിരുമേനിയെ പ്രത്യേകിച്ച് അറിയാം, പക്ഷെ അച്ഛനെ നന്നായിട്ട് അറിയാം. അപ്പൊ അവരെല്ലാവരും നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. പക്ഷെ ദൈവത്തിന്റെ ലോൺ ഞാൻ ഇതുവരെ ചോദിക്കാതെ തരുന്നത് കൊണ്ട് നമുക്ക് നടക്കുന്നില്ല. നീ അതുകൊണ്ട് ഞാൻ ചോദിക്കാറുന്നല്ല, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തായാലും അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് അതിന് രക്ഷനായിട്ട് അവർക്കൊപ്പം
ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പക്ഷേ നമ്മൾ സുവിശേഷത്തിന്റെ അതിന് വേണ്ടി ഇവിടെ ഒരുക്കുന്ന സാഹചര്യം ഞാൻ പറയാം, ഒരു നിയമമോ അതുപോലെ ഒരു പാഠ്യപദ്ധതിയോ ഒരു പ്രാർത്ഥനയോ ഒരു ദൈവമോ സ്നേഹം ഇത് മാത്രം എടുത്ത് പിള്ളേരെ ശാസിക്കാറില്ല, അവരെ വഴിയിലൊന്ന് ശിക്ഷിക്കാറില്ല. കാരണം ഇവരോട് അടുപ്പിച്ച് ഒരു കാര്യം തന്നെ 100 പ്രാവശ്യം പറഞ്ഞാല് പക്ഷെ അത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ വരുന്നതാണ് ഇഷ്ടം. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ആ മഴ വന്നപ്പോൾ അവര് ഒരു പേരന്റ് വിളിച്ചിട്ട് പറഞ്ഞു അവര് രാവിലെ തന്നെ ഒരുങ്ങി അവിടെ ഇരിക്കുകയാണ്, വണ്ടി വന്നില്ല എന്നുള്ളത് പറഞ്ഞ് സമ്മതിക്കത്തില്ല. ഇവിടെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥാപനത്തെ അവർക്കൊരു സമാധാനത്തിന്റെ ഒരു തീരമായിട്ട്, സ്നേഹത്തിന്റെ ഒരു തീരമാണ്, പരസ്പര കരുതൽ. അവർ തമ്മിൽ ഒത്തിരി കരുതലുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സ്നേഹം ഇതെല്ലാം നന്നായിട്ട് നടന്നു പോകുന്നു. അതുകൊണ്ടൊരു സ്നേഹതീരമാണ്. ഇവിടേക്ക് വരാൻ പറ്റിയത് അച്ഛനെ കാണാൻ പറ്റിയത് ഞങ്ങളുടെ ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സിനിമയിലേക്ക് വീണ്ടും സന്തോഷം.